വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണോ. നമ്മൾ കറണ്ട് അഫയേഴ്സിന് ഒരുപാട് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതുവരെ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ പുതിയ CRT ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്ത ദിവസം എന്നാണ്? എന്താണ് ചോദ്യം? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഏതാണ്? രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലമാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം എന്ന് പറയുന്നത് ഇത് ഉദ്ഘാടനം ചെയ്ത ദിവസം എന്നാണ് ചോദ്യം. ഏതാണ്? 2025 ഏപ്രിൽ 6-നാണ്. 2025 ഏപ്രിൽ 6-നാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമായ രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്ത. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയമായി വിശേഷിപ്പിക്കപ്പെടുന്ന പുതിയ പാമ്പൻ കടൽ പാലം 2025 ഏപ്രിൽ 6-ന് രാമേശ്വരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. 2019 നിർമ്മാണം ആരംഭിച്ച പുതിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാതാക്കൾ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. 2019-ലാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. 2025-ലാണ് ഉദ്ഘാടനം കഴിയുന്നത്. അതിന്റെ നിർമ്മാതാക്കൾ പറയുന്ന ആരൊക്കെയാണ്? റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് 22 മീറ്റർ ഉയരമുള്ള പുതിയ പാമ്പൻ പാലത്തിന്റെ നീളം 2.08 കിലോമീറ്റർ ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് 22 മീറ്റർ ആണ് ഉയരമുള്ളത്. ഈ പാമ്പൻ പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് 3 കിലോമീറ്റർ ആണ്. 2 കിലോമീറ്റർ ആണ്. നോക്കി തന്നിട്ടുണ്ടല്ലോ, പിക്ചർ നൽകിയിട്ടുണ്ടല്ലോ, കണ്ടല്ലോ അല്ലെ. രാമേശ്വരം ദ്വീപിനെ വൻകിരിയുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് 1911 ബ്രിട്ടീഷുകാർ നിർമ്മാണം തുടങ്ങിയ പഴയ പാമ്പൻ പാലം 1914-ലാണ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തത്. 1964-ലെ ചുഴലിക്കാറ്റിൽ പാലം ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു. തുടർന്ന് മെട്രോമാൻ, ആരാണ് മെട്രോമാൻ? ഈ ശ്രീധരൻ. ഈ ശ്രീധരന്റെ നേതൃത്വത്തിലാണ് ഇത് പുനർനിർമ്മിച്ചത്. പഴക്കവും സുരക്ഷാ കാരണങ്ങളും മുൻനിർത്തി 2022 ഡിസംബറിൽ ഇത് ഡീകമ്മീഷൻ ചെയ്തു. ക്ലിയർ ആയല്ലോ അല്ലെ. 1964 ചുഴലിക്കാറ്റിൽ ഇത് ആദ്യം തന്നെ പാമ്പൻ പാലം ഉണ്ടായിരുന്നു നമുക്കറിയാം, കടൽ പാലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പാലം ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് പണി തുടങ്ങുന്നത്. പിന്നെ അത് നിർത്തിവെക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്ത്, പക്ഷെ അതിന് എന്തോ കംപ്ലൈന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ചുഴലിക്കാറ്റിലൊക്കെ നന്നായിട്ട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അപ്പൊ പഴക്കമൊക്കെ കാരണം സുരക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് ഡീകമ്മീഷൻ ചെയ്യുന്നത്. അങ്ങനെ പുതിയതായിട്ട് പാലം 2015 ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിനെ മുഖ്യമന്ത്രി പദം വഹിച്ചവരുടെ പട്ടികയിൽ എത്രാമത്തെ ആളാണ് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് എത്രാമത്തെ ആളാണ്? ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം വഹിച്ചവരിൽ ഒരാളാണ്, ആദ്യത്തെ ആളാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അത് എത്രാമത്തെ ആളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രാമത്തെ ആളാണെന്ന് നോക്കി നോക്കിയാൽ രണ്ടാമത്തെ. ആൻസർ ഏതാണ്? എത്രയാണ് വരുന്നത്? രണ്ടാമത്തെ ആളാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചതിന്റെ റെക്കോർഡ് പിണറായി വിജയനാണ്. സി അച്യുതമേനോനെയാണ് പിന്നിലാക്കിയത്. തുടർച്ചയായിട്ട് ചോദിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത് ആരാണ്? പിണറായി വിജയനാണ്. സി അച്യുതമേനോനെയാണ് പിന്നിലാക്കിയത്. സംസ്ഥാനത്ത് ഇതുവരെ 23 മന്ത്രിസഭകളിലായി 12 പേരാണ് മുഖ്യമന്ത്രിമാരായത്. സംസ്ഥാനത്ത് 23 മന്ത്രിസഭകളിലായിട്ട് 12 പേരാണ് മുഖ്യമന്ത്രിമാരായത്. വിവിധ ഘട്ടങ്ങളിലായി 4 തവണ മുഖ്യമന്ത്രിയായ കെ കരുണാകരന് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി. അപ്പൊ വിവിധ ഘട്ടങ്ങളിലായിട്ട് 4 തവണ മുഖ്യമന്ത്രിയായ കെ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? തവണ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കെ കരുണാകരനാണ്. തവണ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കെ കരുണാകരനാണ്. തവണ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചതിന്റെ റെക്കോർഡാണെങ്കിൽ പിണറായി വിജയനാണ്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം വഹിച്ചത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഏതാണ് വരുന്നത്? ഇ.കെ. നായനാറാണ് ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനാണ്. വിവിധ ഘട്ടങ്ങളിലായിട്ട് തവണ വെച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? കെ കരുണാകരനാണ്. ഇ.കെ. നായനാരും A.K. ആന്റണിയും 3 തവണ വീതവും, EMS നമ്പൂതിരിപ്പാട്, സി അച്യുതമേനോൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ എന്നിവർ 2 തവണ വീതവും മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രി കസേരയിൽ ആരാണ്? CH മുഹമ്മദ് കോയയാണ്. CH മുഹമ്മദ് കോയയാണ്. 54 ദിവസമാണ് അദ്ദേഹം ഭരണത്തിലുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രകൃതി ദുരന്തങ്ങളിലെ ഇരകൾക്ക് സൗജന്യ നിയമ സേവനം നൽകുന്നതിനായി കേരള ലീഗൽ സർവീസ് അതോറിറ്റി അവതരിപ്പിച്ച പദ്ധതി ഏതാണ്? പ്രകൃതി ദുരന്തങ്ങളിലെ ഇരകൾക്ക്
സൗജന്യ നിയമസേവനം നൽകുന്നതിനായി കേരള ലീഗൽ സർവീസ് അതോറിറ്റി അവതരിപ്പിച്ച പദ്ധതി ഏതാണ്? അതിജീവനം. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി കെൽസ തർക്ക പരിഹാരത്തിന് തുടക്കമിട്ട് 3 പദ്ധതികളാണ് സമയം, സമന്വയ, അതിജീവിതം എന്നിവ. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി തർക്ക പരിഹാരത്തിന് തുടക്കമിട്ട 3 പദ്ധതികളാണ് ഏതൊക്കെയാണ്? സമയം, സമന്വയ, അതിജീവനം. പോലീസ് സ്റ്റേഷനുകളിൽ വർദ്ധിച്ചു വരുന്ന സിവിൽ സ്വഭാവമുള്ള തർക്കങ്ങൾ അദാലത്ത് മുഖേന പരിഹരിക്കുന്ന പദ്ധതിയാണ് സമയം എന്ന് പറയുന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ വർദ്ധിച്ചു വരുന്ന സിവിൽ സ്വഭാവമുള്ള തർക്കങ്ങൾ അദാലത്ത് മുഖേന പരിഹരിക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നത്. ചോദിക്കാട്ടോ. ജില്ലാ നിയമസേവന അതോറിറ്റികൾ വഴി കൗൺസിലർമാരുടെ സഹായത്തോട് കുടുംബ കൗൺസിലിംഗ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സമന്വയ. അപ്പൊ സമയം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ വർദ്ധിച്ചു വരുന്ന സിവിൽ സ്വഭാവമുള്ള തർക്കങ്ങൾ അദാലത്ത് മുഖേന പരിഹരിക്കുന്ന പദ്ധതിയാണ് സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബത്തോടെ കൗൺസിലിംഗ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സമന്വയ. ഗാർഹിക പീഡനത്തിനെതിരെ കെൽസയും എറണാകുളം ഗവൺമെന്റ് ലോ കോളേജും ചേർന്ന് നിർമ്മിച്ച ടെലി ചിത്രം ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അരികിയാണ്. ഗാർഹിക പീഡനത്തിനെതിരെ കെൽസിയും എറണാകുളം ഗവൺമെന്റ് ലോ കോളേജും ചേർന്ന് നിർമ്മിച്ച ടെലി ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അരികയാണ്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് നിയമസഹായ സേവനം നൽകുന്നതിനായി സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ സൃഷ്ടിച്ചുകൊണ്ട് 1987 ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് പാസാക്കിയത്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് നിയമസഹായ സേവനം നൽകുന്നതിനായി സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ സൃഷ്ടിച്ചുകൊണ്ട് 1987 ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് പാസാക്കിയത്. ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ഓൾ എന്നതാണ് ലീഗൽ സർവീസസ് അതോറിറ്റികളുടെ മുദ്രാവാക്യം. ലീഗൽ സർവീസസ് അതോറിറ്റികളുടെ മുദ്രാവാക്യം എന്നാണ് ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ഓൾ. കേരള സർക്കാർ 1998 ഏപ്രിൽ 25 കേരള സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി രൂപീകരിച്ചു. അതോറിറ്റിയുടെ രക്ഷാധികാരി ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. കേരള സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറയുന്നത് രക്ഷാധികാരി എന്നൊക്കെ പറയുന്നത് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. കേരള സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളത്താണ്. കേരള സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വഖഫ് ഭേദഗതി ബില്ല് 2025 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചത് എന്നാണ്? വഖഫ് ഭേദഗതി ബില്ല് 2025 രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2025 ഏപ്രിൽ 5-ന് 2025 ഏപ്രിൽ 5-നാണ് 2025 ഏപ്രിൽ 5-നാണ് ഒപ്പുവെക്കുന്നത് വഖഫ് ഭേദഗതി ഒപ്പുവെക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ല് 2025 അവതരിപ്പിച്ചത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ്. അവതരിപ്പിച്ച് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? കിരൺ റിജിജു ആണ്. 2025 ഏപ്രിൽ 3-ന് ലോകസഭയും ഏപ്രിൽ 4-ന് രാജ്യസഭയും ബില്ല് പാസാക്കി. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നായിരിക്കും ഇനി വഖഫ് നിയമത്തിന്റെ പേര്. വഖഫ് നിയമത്തിന്റെ പേര് എന്താണ്? ഇനി യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ്. ഉമീദ് എന്നാണ്. ഇസ്ലാമിക വിശ്വാസ പ്രകാരം മതപരമോ ആത്മീയമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് ദൈവത്തിന്റെ പേരിൽ സമർപ്പിക്കപ്പെടുന്ന വസ്തുക്കളെയാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. ഈ ഭൂമിയുടെ കൈകാര്യ അവകാശം ആർക്കാണ്? വഖഫ് ബോർഡിനാണ്. അപ്പോ എന്നാണ് വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഏപ്രിൽ 5-നാണ് ദ്രൗപദി മുർമു ആണ് ഒപ്പുവെച്ചത്. ആദ്യം അവതരിപ്പിച്ചത് ആരായിരുന്നു? കിരൺ റിജിജു ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈയിടെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വന്ദന കടാരിയ ഈയിടെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വനിതാ താരമാണ് ഉത്തരാഖണ്ഡ് സ്വദേശിയായ വന്ദന കടാരിയ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഉത്തരാഖണ്ഡ് സ്വദേശിയായ വന്ദന കടാരിയാണ്. 15 വർഷത്തെ രാജ്യാന്തര കരിയറിൽ 320 മത്സരങ്ങളിൽ നിന്നായി 158 ഗോളുകളാണ് വന്ദന കടാരി നേടിയിട്ടുണ്ടായിരുന്നത്. 2009 17-ാം വയസ്സിൽ രാജ്യാന്തര ഹോക്കി അരങ്ങേറിയ വന്ദന ഇന്ത്യക്കായി ടോക്കിയോ ഒളിമ്പിക്സിൽ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു. ജർമ്മനിയിൽ 2013 നടന്ന ജൂനിയർ ലോകകപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഇന്ത്യ വെങ്കല മെഡൽ നേടിയ ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടി. 2016, 2023 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ സ്വർണം നേടിയ ടീമിലും 2022 FIH വനിതാ നേഷൻസ് കപ്പ് ഹോക്കി ചാമ്പ്യന്മാരായ ടീമിലും അംഗമായിട്ടുണ്ടായിരുന്നു.
അർജുന അവാർഡ് 2021, പത്മശ്രീ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നും വിരമിച്ച വന്ദന കടാരിയ ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. ഉത്തരാഖണ്ഡ് സ്വദേശിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഏതാണ് പരിശോധന ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്നാണ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്നാണ്. വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായിട്ട് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന. മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ യജ്ഞമാണ് വിമുക്തി എന്ന് പറയുന്നത്. അപ്പൊ മദ്യാവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപം നൽകിയ ബോധവൽക്കരണ പദ്ധതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വിമുക്തിയാണ്. രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 26-നാണ്. രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനം ജൂൺ 26-നാണ്. ലോക പുകയില വിരുദ്ധ ദിനം ചോദിക്കുകയാണെങ്കിൽ മെയ് 31-നാണ് ലോക പുകയില വിരുദ്ധ ദിനം. എന്നാൽ രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 26-നാണ്. ഇനി വനിതകളുടെ ചരിത്രയാൻ. ബഹിരാകാശ യാത്രയുടെ 60 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾ മാത്രം ഉൾപ്പെട്ട യാത്രാ സംഘം ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. പഠിച്ചേക്ക 60 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾ മാത്രം ഉൾപ്പെട്ട ഒരു യാത്രാ സംഘം നടക്കുന്നത് കേട്ടോ. ജെഫ് ബസോസിന്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പാർഡ് പേടകത്തിലാണ് 6 വനിതകൾ ഉൾപ്പെട്ട സംഘം ഏപ്രിൽ 14-ന് ബഹിരാകാശ യാത്ര നടത്തിയത്. ബഹിരാകാശ യാത്ര നടത്തിയതെന്നാണ് ഏപ്രിൽ 14-നാണ്. എത്ര വനിതകൾ ഉണ്ടായിരുന്നു? 6 വനിതകൾ ഉണ്ടായിരുന്നു. ഏത് കമ്പനിയാണ്? ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പാർഡ് എന്ന് പറയുന്ന പേടകത്തിലാണ്. ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പാർഡ് എന്ന് പറയുന്ന പേടകത്തിലാണ് ഇവർ യാത്ര നടത്തിയത്. ആരൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ്? ലോക പ്രശസ്ത ഗായിക കാത്തി പെറി, സംരംഭകി മാധ്യമ പ്രവർത്തകയും ബെസോസിന്റെ ജീവിത പങ്കാളിയുമായ ലോറൻ സാഞ്ചസ്, മുൻ നാസ ശാസ്ത്രജ്ഞ ഐഷ ബോ, സാമൂഹിക പ്രവർത്തക അമാൻഡ എൻകയൻ, മാധ്യമ പ്രവർത്തക ഗെയിൽ കിങ്, സിനിമാ നിർമ്മാതാവ് കെരിയാനെ ഫ്ലിൻ എന്നിവരാണ് ചരിത്രം കുറിച്ച് സംഘത്തിൽ ഉൾപ്പെട്ട വനിതകൾ. ചോദിക്കാട്ടോ. വനിതകൾ ആരൊക്കെയാണ് പറഞ്ഞത്? ലോറൻ സാഞ്ചസ്, കാത്തി പെറി, ഐഷ ബോ, അമാൻഡ എൻകയൻ, ഗെയിൽ കിങ്, പിന്നെ കെരിയാന ഫ്ലിൻ എന്നിവരാണ് ചരിത്രം കുറിച്ച സംഘത്തിൽ ഉൾപ്പെട്ട വനിതകൾ. വെസ്റ്റ് ടെക്സസിൽ നിന്നും ഉയർന്ന പേടകം 11 മിനിറ്റാണ് ബഹിരാകാശ യാത്ര നടത്തിയത്. എത്ര മിനിറ്റ് ആണ്? 11 മിനിറ്റാണ് ബഹിരാകാശ യാത്ര നടത്തിയത്. ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് വികസിപ്പിച്ചതാണ് ന്യൂ ഷെപ്പാർഡ് പേടകം. ന്യൂ ഷെപ്പാർഡ് പേടകം ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് വികസിപ്പിച്ചതാണ്. ഗുരുത്വാകർഷണം ഇല്ലാത്ത ബഹിരാകാശ തലത്തിലാണ് പേടകം യാത്രികരുമായി സമയം ചെലവിട്ടത്. എന്നാണ് ഗുരുത്വാകർഷണം ഇല്ലാത്ത ബഹിരാകാശ തലത്തിലാണ് ഈ പേടകം യാത്രികരുമായി സമയം ചെലവിട്ടത്. ആദ്യമായിട്ടാണ് ഒരു വനിതാ സംഘം പോകുന്നത് ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്നത്. പഠിച്ചിരിക്കാം. നെക്സ്റ്റ് നോക്കിയേ, ജൂ വെഞ്ചിന് 5-ാം ലോക കിരീടം. ഫിഡെ വനിതാ ലോക ചെസ് കിരീടം ചൈനയുടെ ജൂ വെഞ്ചിൻ നിലനിർത്തി. ഫിഡെ വനിതാ ലോക ചെസ് കിരീടം ചൈനയുടെ ആരാണ്? ജൂ വെഞ്ചിനാണ് നിലനിർത്തിയത്. ചൈനയിലെ ചോക്കിംഗ് വേദിയായ ഫൈനലിൽ നാട്ടുകാരി കൂടിയായ ടാൻ സോങ്ങിയെ തോൽപ്പിച്ചാണ് ജൂ ലോക ജേതാവായത്. വെഞ്ചുന്റെ 5-ാം കിരീട നേട്ടമാണിത്. ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ താരമാണ് വെഞ്ചുൻ. 8 തവണ നേതാവായ വെറ മെഞ്ചിക്കാണ് വനിതാ ചെസ്സിൽ ഏറ്റവും അധികം ലോക കിരീടം നേടിയ താരം. അയാളാണ് ഏറ്റവും കൂടുതൽ വനിതാ ചെസ്സിൽ ഏറ്റവും അധികം ലോക കിരീടം നേടിയ താരം ആരാണ്? വെറ മെഞ്ചിക്കാണ്. 8 തവണയാണ് ജേതാവായത്. 34 വയസ്സുള്ള വെഞ്ചുൻ 2014-ലാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയത്. അപ്പൊ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെ ലഭിച്ചിട്ടുണ്ട് ജൂ വെഞ്ചിന്. ഫിഡെ വനിതാ ലോക ചെസ് കിരീടം ചൈനയുടെ ജൂ വെഞ്ചിനാണ് നിലനിർത്തുന്നത്. ചോദിക്കാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മരിയോ യോസ യുഗത്തിന് അന്ത്യം. എന്താണ് പറയുന്നത്? ലാറ്റിൻ അമേരിക്കയുടെ രാഷ്ട്രീയവും ജീവിതവും സാഹിത്യ ലോകത്തേക്ക് കൊണ്ടുവന്ന വിഖ്യാത കഥകൻ മരിയോ വാർഗാസ് യോസ ഏപ്രിൽ 15-ന് അന്തരിച്ചു. 2010-ലെ സാഹിത്യ നോബൽ പുരസ്കാര ജേതാവായ യോസ കൺസർവേഷൻ ഇൻ ദ കത്തീഡ്രൽ എന്ന കൃതിയിലൂടെയാണ് ലോക ശ്രദ്ധ നേടിയത്. ദ ടൈം ഓഫ് ദ ഹീറോ ആണ് ആദ്യത്തെ നോവൽ. ദ വാർ ഓഫ് ദി എൻഡ് ഓഫ് ദ വേൾഡ്, ഓൺ ജൂലിയ ആൻഡ് ദ സ്ക്രിപ്റ്റ് റൈറ്റർ, ദി ഫീസ്റ്റ് ഓഫ് ദ ഗോഡ് തുടങ്ങിയവ ശ്രദ്ധേയ നോവലുകളാണ്. ആരുടെയാണ്? മരിയ യോസ അല്ലെ. മരിയ യോസനെ പറയുന്നത് ലാറ്റിൻ അമേരിക്കയുടെ രാഷ്ട്രീയവും ജീവിതവും സാഹിത്യ ലോകത്തേക്ക് കൊണ്ടുവന്ന വിഖ്യാത കഥാകാരനാണ്. ആര്? മരിയ വർഗോസ് യോസ. ഏത് മേഖലയിലാണ് പ്രശസ്തമെന്ന് ചോദിക്കാട്ടോ. 2010-ലെ സാഹിത്യ നോവൽ പുരസ്കാര ജേതാവായിരുന്നു. കൺസർവേഷൻ ദ കത്തീഡ്രൽ എന്ന കൃതിയിലൂടെയാണ് ലോക ശ്രദ്ധ നേടിയത്. ദ ടൈം ഓഫ് ദി ഹീറോ. അതുപോലെ ആദ്യ നോവൽ ഏതാണ്? ദ വാർ ഫോർ ദി എൻഡ് ഓഫ് ദ വേൾഡ്, ഓൺ ജൂലിയ ആൻഡ് ദ സ്ക്രിപ്റ്റ് റൈറ്റർ, ദി ഫീസ്റ്റ് ഓഫ് ദ ഗോഡ് തുടങ്ങിയ ശ്രദ്ധേയ നോവലുകളാണ്.
മഹാമാരിയെ തടയാൻ WHO. കോവിഡ് മഹാമാരിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ലോകാരോഗ്യ സംഘടനകളായ രാജ്യങ്ങൾ നയരേഖ രൂപീകരിച്ചു. 3 വർഷമായി നടക്കുന്ന ചർച്ചകൾക്കൊടുവിലാണ് മഹാമാരിയുടെ വ്യാപനത്തിനിടയാക്കുന്ന അണുക്കളെ തടയുന്നതിനുള്ള ആഗോള സംവിധാനം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന കരാറിന് ധാരണയായത്. ജനീവയിൽ ചേർന്ന WHO സമ്മേളനത്തിൽ സംഘടനയിൽ നിന്ന് പിന്മാറിയ US ഒഴികെ 192 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ്? പരീക്ഷണം വിജയിച്ച ഗൗരവായുധം. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം എന്ന് പറയുന്ന ഇതാണ്. DRDO ആണ് വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ് വേറൊരു വിജയകരമായി പരീക്ഷിച്ചു. ചോദിക്കാട്ടോ, ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഈ ഗൗരവ് എന്ന് പറയുന്നത് വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചന്ദിപ്പൂരിൽ സുഖോയ് വിമാനത്തിൽ നിന്നാണ് ബോംബ് പരീക്ഷണം. ഒഡീഷയിലെ ചന്ദിപ്പൂരിൽ സുഖോയ് വിമാനത്തിൽ നിന്നായിരുന്നു ബോംബ് പരീക്ഷണം. 1000 കിലോ ക്ലാസ് ബോംബുകളുടെ ശ്രേണിയിലുള്ള ഗൗരവ് 100 കിലോമീറ്റർ ദൂരത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് വിജയകരമായി പരീക്ഷിച്ചു. ഹൈബ്രിഡ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗപ്പെടുത്തിയാണ് ഗൗരവിന്റെ ലക്ഷ്യനിർണ്ണയം എന്ന് പറയുന്നത്. ഹൈബ്രിഡ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗപ്പെടുത്തിയാണ് ഗൗരവിന്റെ ലക്ഷ്യനിർണ്ണയം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ റെക്കോർഡിൽ അഭിഷേക് ശർമ്മ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് അഭിഷേക് ശർമ്മ സ്വന്തമാക്കി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയതാരാണ്? ആരാണ്? അഭിഷേക് ശർമ്മയാണ്. ചോദിക്കാട്ടോ. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഓപ്പണറായ അഭിഷേക് പഞ്ചാബ് കിങ്സിനെതിരെ 55 പന്തിൽ 141 റൺസ് കുറിച്ചാണ് റെക്കോർഡ് സൃഷ്ടിച്ചത്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 3ാമത്തെ വ്യക്തിഗത സ്കോറുമാണിത്. ക്രിസ് ഗെയിൽ, അതുപോലെ ബ്രണ്ടൻ മക്കല്ലം എന്നിവരാണ് ഈ നേട്ടത്തിന് മുന്നിലുള്ള ബാറ്റർമാർ എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് ഈ ഇന്ത്യൻ റെക്കോർഡ്? അഭിഷേക് ശർമ്മ ഉണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന് ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരാണ്? അഭിഷേക് ശർമ്മയാണ്. പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ISL കിരീടം ആർക്കാണ്? മോഹൻ ബഗാനാണ് ISL കിരീടം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 11ാം സീസണിലെ കിരീടം കൊൽക്കത്ത ക്ലബ് മോഹൻ ബഗാൻ സ്വന്തമാക്കി. കൊൽക്കത്ത ക്ലബ് മോഹൻ ബഗാനാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 11ാം സീസണിലെ കിരീടം നേടിയത്. കൊൽക്കത്തയിൽ നടന്ന ഫൈനലിൽ ബാംഗ്ലൂരു FC-യെ കീഴടക്കിയാണ് ബഗാൻ ജേതാക്കളായത്. 2ാം തവണയാണ് മോഹൻ ബഗാൻ ISL ജേതാക്കളാകുന്നത്. ഈ സീസണിൽ ലീഗ് വിന്നേഴ്സ് ഷീൽഡ് നേടിയ ബഗാൻ ഇരട്ട കിരീടം നേട്ടം കൈവരിക്കുന്ന 2ാമത്തെ ടീമാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അലാദ്ദീൻ അജാരി സീസണിലെ മികച്ച താരവും ടോപ്പ് സ്കോററുമായി. നെക്സ്റ്റ്, തഹൌർ ആണ് ഇന്ത്യൻ കസ്റ്റഡിയിൽ. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതികളിൽ ഒരാളായ പാക് വംശജൻ തഹാവൂർ റാണി US-ൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച് ദേശീയ അന്വേഷണ ഏജൻസി ഏപ്രിൽ 10-ന് അറസ്റ്റ് ചെയ്തു. കുറ്റവാളികളെ കൈമാറാനുള്ള ഇന്ത്യ-US കരാർ അടിസ്ഥാനമാക്കിയാണ് നടപടി. കനേഡിയൻ വ്യവസായി റാണിയും കൂട്ടാളി ഡേവിഡ് കോൾമാൻ ഹെഡിയും ചേർന്നാണ് 2008 നവംബർ 26-ന് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഭീകരബന്ധ കേസിൽ 2009-ൽ ഷിക്കാഗോയിൽ അറസ്റ്റിലായ റാണ US-ൽ ജയിലിലായിരുന്നു. നെക്സ്റ്റ്, മുഖ്യമന്ത്രി പദത്തിൽ പിണറായി രണ്ടാമൻ. കേരളത്തിൽ കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചവരുടെ പട്ടികയിൽ പിണറായി വിജയൻ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 3246 ദിവസം, 8 വർഷം 10 മാസം 20 ദിവസം മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനെ പിന്തള്ളിയാണ് ഏപ്രിൽ 15-ന് പിണറായി രണ്ടാമനായത്. 4009 ദിവസം മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരാണ് 1ാം സ്ഥാനത്ത്. ഇതുവരെ 23 മന്ത്രിസഭകളിലായി 12 പേരാണ് മുഖ്യമന്ത്രിമാരായത്. തുടർച്ചയായി 2 മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകിയത് പിണറായി വിജയൻ മാത്രമാണ്. തുടർച്ചയായി 2 മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പിണറായി വിജയനാണ്. ചോദിക്കാട്ടോ.